വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ആഗമനകാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ ഫുൾട്ടൻ തടവറയിലെ എല്ലാ ജയിൽ പുള്ളികൾക്കുമായിട്ട് ഒരു പ്രസംഗം നൽകുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്തു പക്ഷെ പിടിക്കപ്പെട്ടു, ഞങ്ങൾ ചെയ്തു പക്ഷെ പിടിക്കപ്പെട്ടില്ല. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹമുള്ളവരെ, ഫുൾട്ടൻ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും പാപികളാണ്. സങ്കീർത്തനം 53:3 നമ്മളോട് പറയുന്നത് മറ്റൊന്നുമല്ല, എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. നീതിമാനായി ആരുമില്ല. അതിനർത്ഥം എല്ലാവരും പാപം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. പാപം ചെയ്യാത്തവരായിട്ട് ആരും ഈ ലോകത്തിലില്ല. അതുകൊണ്ടല്ലേ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിക്കേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ ഈശോ കുരിശിൽ തൂങ്ങി മരിക്കേണ്ടി വന്നത്? അതെ, നമ്മളെല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആഗമന കാലഘട്ടത്തിൽ ഈ രണ്ടാം ഞായറാഴ്ച തിരുസഭ നമ്മോട് പഠിപ്പിക്കുന്നത് എന്താ? നമുക്കൊന്ന് ചിന്തിക്കാം. ആഗമന കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ ഈശോ എങ്ങനെയാണ് വരുന്നത്? എത്ര തരം വരവുണ്ട്? നമുക്കിതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാം. ആഗമന കാലത്തിൽ നമ്മൾ 3 തരത്തിലുള്ള വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഏതാണ് ഈ 3 തരത്തിലുള്ള വരവ്? ഒന്ന്, ഭൂതകാലത്തിൽ ഈശോ വന്നതിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ആ പാസ്റ്റ് കമ്മിങ്. ഈശോ ഒരിക്കൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അതാണ് ക്രിസ്തുമസിൽ ഡിസംബർ 25 ഈശോയുടെ ജനന തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതും ഇപ്പോൾ ഓർക്കുന്നതും. ഈ ക്രിസ്മസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ പരിശുദ്ധ ബലിയിലും അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ആഗമന കാലത്തിലെ ഒന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് ഡിസംബർ 25 ഒരുക്കമാണ്, ഈശോയുടെ പാസ്റ്റ് കമ്മിങ്ങിൻ്റെ. രണ്ടാമതായിട്ട്, ഈശോ അനുദിനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രസൻറ്റ് കമ്മിങ് ഓഫ് ജീസസ്. അത് ദൈവവചനത്തിലൂടെ, രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ, കുമ്പസാരത്തിലൂടെ, അങ്ങനെ ഈശോ അനുദിനം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ആഗമനകാലം എന്നെ ക്ഷണിക്കുന്നത് ഈശോയുടെ ഈ രണ്ടാമത്തെ വരവിന് വേണ്ടി കൂടി സ്പെഷ്യലായിട്ടൊന്ന് ഒരുങ്ങാനാണ്. മൂന്നാമതായിട്ട്, ആഗമനകാലം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വരവ് കൂടിയുണ്ട് ഒരുങ്ങേണ്ടതായിട്ട്. അത് ഈശോയുടെ രണ്ടാം ആഗമനത്തിന് മുമ്പുള്ള ഒരുക്കമാണ്. ഈശോ വാനമേഘങ്ങളിൽ മഹത്വത്തോടെ എഴുന്നള്ളുമെന്ന് വചനത്തിലൂടെ നമുക്കെല്ലാവർക്കും വായിച്ചിട്ടും പഠിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആഗമനകാലത്തിലും അല്ലാതിപ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങണം ഈശോയുടെ രണ്ടാമത്തെ വരവിനായിട്ട്. അപ്പോൾ 3 വരവുകൾ നമ്മൾ ഈ ആഗമനകാലത്തിൽ പ്രത്യേകമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും പാപം ചെയ്തതുകൊണ്ട് ഈശോയുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എളുപ്പമല്ല. ഇവിടെയാണ് നമ്മൾ ഈശോ കടന്നു വരാൻ വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് ചിന്തിക്കേണ്ടത്. പാപം ചെയ്തു പോയ മനുഷ്യന് ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം ആവശ്യമായിട്ടുള്ളത്, ഒന്നാമതായിട്ട് അവൻ അനുതപിക്കാൻ തയ്യാറാകണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:23 പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അങ്ങനെയെങ്കിൽ പാപത്തിലൂടെ ദൈവമഹത്വത്തിന് അയോഗ്യരായെങ്കിൽ എങ്ങനെയാണ് വീണ്ടും ആ പഴയ പോലെ ദൈവമഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക? വെളിപാടിൻ്റെ പുസ്തകം 3:19 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക,
ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ ഈശോ പാപം ചെയ്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിക്കാൻ തയ്യാറാകണം. ഇതാണ് ഈശോ എൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഈ ഒരുക്കത്തിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത്. ഇതാ, അനുതപിച്ച്, എൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ഞാൻ ഈശോ എന്നിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരുങ്ങുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഈശോ തന്നെ പറയുമ്പോൾ എന്തുമാത്രം അനുതപിക്കണം എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അനുതപിക്കാം. അനുതാപത്തിലൂടെ ദൈവത്തിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 11-ാം അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് പ്രവേശിക്കാം, ദൈവത്തിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ദൈവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. അനുതപിക്കുന്നില്ല എങ്കിൽ, പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും നശിക്കുമെന്നും വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അനുതപിച്ച് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ഈ ആഗമന കാലഘട്ടത്തിൽ നമുക്ക് ഒരുങ്ങാം. രണ്ടാമതായി, ആഗമനകാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മാനസാന്തരപ്പെടാൻ തയ്യാറാകണം. ഈശോ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ പാപത്തിൽ നിന്നും പാപത്തിൻ്റേതായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നടക്കാൻ തയ്യാറാകണം. ഒരു മെറ്റനോയിയ, ഒരു മാനസാന്തരം, ഒരു ടോട്ടൽ ചേഞ്ച്, ഒരു യൂ ടേൺ എടുക്കണം. അതാണ് ഈ ആഗമനകാലത്തിൽ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതാ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുക. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് മറ്റൊന്നും പ്രഘോഷിച്ചുകൊണ്ടല്ല. അനുതപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്നും ഞാൻ മനസ്തപിച്ച് അനുതപിച്ച് പാപത്തിൽ നിന്നും ഞാൻ പിന്മാറാൻ തയ്യാറാകണം. ഇതാണ് ആഗമനകാലത്തിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, ഇനി ദൈവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന ഒന്ന് വിദ്വേഷവും വെറുപ്പുമാണ്. ആരോടെങ്കിലും നീരസങ്ങൾ, വെറുപ്പുണ്ടെങ്കിൽ അത് മാറ്റാൻ തയ്യാറാകണം. കാരണം വചനത്തിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഞാൻ വെറുപ്പിലാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈശോ അല്ല വസിക്കുന്നത്. അതുകൊണ്ട് ഈശോ കടന്നു വരാൻ നമുക്ക് വെറുപ്പും വിദ്വേഷവും നീരസങ്ങളും ഉപേക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ആഗമനകാലം ദൈവം വരുന്ന ഒരു കാലമായിട്ട് മാറും. രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ഏത് സമയത്തും ഈശോ വിധിയാളനായി എൻ്റെ മുമ്പിലേക്ക് വന്നാൽ ഞാൻ ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. കാരണം ഞാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ് എൻ്റെ ദൈവത്തിന്. നമുക്ക് വിശുദ്ധരെ പോലെ സദാസമയം പ്രാർത്ഥിച്ച് മനസ്തപിച്ച് പാപപ്പൊറുതി യാചിച്ച് ഈ ആഗമന കാലഘട്ടത്തിൽ നല്ലൊരു കുമ്പസാരം നടത്തി ഈശോയുടെ വരവിന് വേണ്ടി കാത്തിരിക്കാം, ഒരുങ്ങാം. അങ്ങനെ ഏത് സമയത്തും ഈശോ വരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിവേകമതികളായ കന്യകളെപ്പോലെ നമുക്കും ദൈവത്തിനു വേണ്ടി തീഷ്ണതയോടെ സ്നേഹത്തോടെ കാത്തിരിക്കാം. നല്ലൊരു ക്രിസ്മസിൻ്റെ കാലഘട്ടം നിങ്ങൾക്കായി ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.